പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, തിരുപ്പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഞങ്ങളെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് കൂടുതൽ അങ്ങേക്ക് യോജിച്ചതാക്കി മാറ്റണമേ. ഞങ്ങളുടെ ജീവിതത്തെ കർത്താവെ അങ്ങ് നവീകരിക്കണമേ. അങ്ങയോടുള്ള ബന്ധത്തിലും സഹോദരങ്ങളുടെ ബന്ധത്തിലും അതുപോലെ തന്നെ ഞങ്ങളോട് തന്നെയും കൂടുതൽ ഊഷ്മളതയോടുകൂടെ ഇടപെടാനുള്ള കൃപ നൽകണമേ. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് മാംസലമാക്കി മാറ്റണമേ. കർത്താവെ, ഞങ്ങളുടെ ഇരുളടഞ്ഞു പോയ ഞങ്ങളുടെ ഹൃദയത്തെ, ആത്മാവിനെ, മനസ്സിനെ പ്രകാശിപ്പിക്കണമേ. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉള്ള ശക്തമായ സാന്നിധ്യം, ഇമ്മാനുവേലായി അങ്ങ് എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് ആ ഒരു തിരിച്ചറിവ് ഞങ്ങളിൽ എപ്പോഴും നിലനിർത്തണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തില് അതിന്റെ 4-ാം അധ്യായം 10-ാം തിരുവചനമാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ചെറിയ കാര്യങ്ങളുടെ ദിവസത്തെ നിസാരമാക്കിയവർ ആഹ്ലാദിക്കും. ചെറിയ കാര്യങ്ങളുടെ ദിവസത്തെ നിസാരമാക്കിയവർ ആഹ്ലാദിക്കും. പ്രിയമുള്ളൊരു വചനം എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? ദൈവം നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവ് പ്രവർത്തിക്കുന്നത് ചെറിയ കാര്യങ്ങളിലൂടെയാണ്. ഒരുപക്ഷെ നമുക്ക് കർത്താവ് തിരുവചനങ്ങളിലൂടെ പറയുമ്പോൾ പിന്നെ കടുകുമണിയുടെ ഉപമയെ കുറിച്ച് പറയുന്നുണ്ട്. വളരെ നിസാരമായ ഒരു കടുകുമണി. ആ കടുകുമണി ഉപമയിലൂടെ വലിയ സ്വർഗരാജ്യത്തിന്റെ, ദൈവരാജ്യത്തിന്റെ ആ ഒരു സത്യം, അതിന്റെ യാഥാർത്ഥ്യം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ചും നമ്മൾ ക്രിസ്മസുമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈശോ ജനിച്ചത് ഒരു കാലിത്തൊഴുത്തിലായിരുന്നു. ഈശോ ദൈവപുത്രനായിട്ട് കൂടി അവിടുന്ന് കാലിത്തൊഴുത്തിൽ പിറന്നു. ബേത്ലഹേം ഒരു ചെറിയ ഗ്രാമമാണ്. അവിടുന്ന് ഒരു എന്താണ്, ചാണകം നാറുന്ന ഒരു കാലിത്തൊഴുത്തിൽ രാജകീയമായിട്ടുള്ള ഒരു പ്രൗഢിയുമില്ല. അതുപോലെ ഒരു വലിയ സൈന്യാധിപനോ രാജകുമാരനോ ആയിട്ട് ആരും കണ്ടില്ല. ദൈവത്തിന്റെ പുത്രൻ ആ ലാളിത്യത്തില്, ആ ചെറുമയില് നമ്മളവിടെ കാണുകയാണ്. എന്നാൽ ലോകത്തിന്റെ രക്ഷ നമ്മൾ മനസ്സിലാക്കി. ഇതിന്റെയൊക്കെ അപ്പുറത്ത് കാണുന്ന ലോകത്തിന്റെ രക്ഷ അവിടെയാണ് ആരംഭിച്ചത്. ദൈവത്തിന്റെ പ്രവർത്തനം ശബ്ദമില്ലാതെ പക്ഷേ ശക്തിയോടുകൂടെ അത് മുന്നേറുകയാണ്. നമ്മൾ ഈ ചെറുതിനെ നമ്മൾ ഒരിക്കലും അവഗണിക്കരുത്. ഈ ജൂബിലി വർഷത്തിന്റെ സമാപനത്തിലേക്ക് കടക്കുമ്പോൾ, ക്രിസ്മസിനായിട്ട് ഒരുങ്ങുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ വചനം നമ്മോട് എന്തു പറയുന്നു? നമ്മൾ ദൈവത്തിന്റെ ആ തുടക്കം, ഇടപെടല്, കർത്താവിന്റെ പിന്നെ സാന്നിധ്യമൊക്കെ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ കാണില്ല. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പറയരുത്, ഇതുകൊണ്ട് എന്ത് പ്രയോജനം, ഇത് വളരെ ചെറുതല്ലേ. അതല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ദൈവം ഇതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു പ്രാർത്ഥന, അതില്ലെങ്കിൽ ക്ഷമിക്കാനുള്ള ചെറിയൊരു മനസ്സ്, അതില്ലെങ്കിൽ ചെറിയൊരു സന്ദേശം, ഒരു ചെറിയ പുഞ്ചിരി പോലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷം, കണക്കില്ലാത്ത സന്തോഷം, കൃപകള് നിറയ്ക്കുന്നു എന്ന് തിരിച്ചറിയാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഒരു പിൽഗ്രിമേജ് ആണ്, സ്വർഗത്തിലേക്കുള്ള ഒരു തീർത്ഥാടനമാണ്. അവിടെ ഓരോ സ്റ്റെപ്പ് നമ്മൾ വെക്കുമ്പോഴും നമ്മളറിയാം, നമ്മൾ ചെന്നെത്തുന്നത് വലിയ ഒരു കൃപയുടെ ഒരു ഇടത്തേക്കാണ്, സ്വർഗത്തിലേക്കാണ്. അപ്പൊ അതിനായിട്ട് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മളായിരിക്കുമ്പോൾ സക്കറിയ പ്രവാചകനിലൂടെ ദൈവം നൽകുന്ന സന്ദേശം, അതിന്റെ ആ ഒരു പശ്ചാത്തലം നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേൽ ജനം വലിയ ഒരു എന്തെന്നാണ്, വിദേശികളുടെ ആധിപത്യത്തിൽ നിന്നും തിരികെ വരുമ്പോ, പ്രവാസത്തിൽ തിരികെ വരുമ്പോ ഒരു ദേവാലയം പണിയുകയാണ് സക്കറിയായുടെ ആ നേതൃത്വത്തില്. വളരെ ചെറിയൊരു ദേവാലയമാണ്. സോളമൻ പണിത ദേവാലയം വെച്ച് നോക്കുമ്പോൾ വലുതൊന്നുമല്ല, വളരെ ചെറിയൊരു ദേവാലയം. പക്ഷേ കർത്താവ് അത് വലിയൊരു ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഇടമാക്കി മാറ്റുന്നുണ്ട്. ഈ ചെറിയ ദേവാലയം പോലും വലുതാണ്, ദൈവത്തിന്റെ സാന്നിധ്യമാണ്. പുൽക്കൂട് നമുക്ക് നൽകുന്ന സന്ദേശം, ഇത് ഒരു ഭാഗ്യമായിട്ടുള്ള ഒരു ആഘോഷത്തിനപ്പുറത്ത് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ, ഏറ്റവും ലാളിത്യത്തിൽ, എളിമയിൽ ദൈവത്തിന്റെ പുത്രൻ കടന്നു വന്നത് നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ആത്മീയവശം നമുക്ക് പരിശോധിക്കാം, അതിന്റെ ആഴങ്ങൾ ധ്യാനിക്കാം. നമുക്കും ഈശോ നമ്മളിലേക്ക് കടന്നു വരാനായിട്ട് ഏറ്റവും എളിമയോടുകൂടി ആയിരിക്കാം. ഓരോ കൊച്ചു പ്രവൃത്തിയും ദൈവത്തിന്റെ മുൻപിൽ വിലയുള്ളതാണെന്ന് തിരിച്ചറിയാം. അതിനൊന്നും നമ്മൾ വെറുതെ അവഗണിച്ചു കളയരുത്. ദൈവം തുടങ്ങുന്നത് ആ ചെറിയ കാര്യങ്ങളിലൂടെയാണ്. ചെറിയ കാര്യങ്ങളുടെ ദൈവം നമ്മളെ ഒരുപാട് വിലമതിക്കുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ കൊച്ചു നന്മ പ്രവൃത്തിയും ദൈവത്തിന് മുൻപിൽ വിലയുള്ളതാണ്. കർത്താവ് പുൽക്കൂടിൽ ജനിച്ചത് അവിടുന്ന് ലോകത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അവിടുന്ന് നമ്മളെല്ലാവരെയും പിശാചിന്റെ ആധിപത്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ദൈവമക്കളാക്കാൻ വേണ്ടിയിട്ടാണ്, രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്.
നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും ഈ ഒരു എളിമയുടെ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളുടെ വ്യക്തികളാകാൻ, കൊച്ചു കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ വലിയ സന്തോഷത്തോടു കൂടി ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ, അതുപോലെ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടൊക്കെ ഞങ്ങൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർത്താവേ, കൃപ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സ്നേഹിക്കുമ്പോൾ, ക്ഷമിക്കുമ്പോൾ, വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കർത്താവെ, കൊച്ചു കാര്യങ്ങളിലൂടെയാണ് അങ്ങ് വലിയ കൃപകൾ നടത്തുക. കർത്താവെ, വചനം കൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, കർത്താവ് അനേകർക്ക് കൃപകൾ നൽകി, 5 അപ്പം 5000 പേർക്ക് നൽകി. അവിടെയൊക്കെ ആ ചെറിയ ഒരു കാണിക്ക അവിടുത്തെ സ്വീകരിച്ചുകൊണ്ട് കർത്താവ് അനേകരെ സംതൃപ്തരാക്കി മാറ്റി. ഇന്ന് എൻ്റെ ജീവിതം കൊച്ചു ജീവിതമാണെങ്കിലും കർത്താവെ, അങ്ങയുടെ മുൻപിൽ വിലയുള്ളതാണെന്ന് തിരിച്ചറിയുന്നു. ഈ ക്രിസ്മസ് അത് എന്നിൽ ആ ഒരു ചിന്ത നിറയ്ക്കട്ടെ. അതിനുവേണ്ടി ഞാൻ ഒരുങ്ങട്ടെ. എൻ്റെ ഹൃദയ കവാടങ്ങൾ തുറക്കപ്പെടട്ടെ. കൊച്ചു കൊച്ചു പ്രവൃത്തികൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ എനിക്കിട വരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.